സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ 2025 ജാനുവരി 4 വെള്ളിയാഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. നമുക്ക് സ്തുതിച്ചുകൊണ്ടേയിരിക്കുവാൻ വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യതലനേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഈ കൂടിവരവ് അനുഗ്രഹത്തിനായി തീരണം. തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൂടിവരവും പരസ്പരമുള്ള സ്നേഹവും ബന്ധവും ഉറപ്പിക്കുന്നതിനും നിന്നെ പാടി മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്കിടയാകണം. കുറവുകളെയും ബലഹീനതകളെയും ഓർക്കാതെ ഈ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതായി തീർക്കണം. ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും ബലഹീനതകളും നിന്റെ സന്നിധിയിൽ പരിഹരിക്കപ്പെട്ട് കൂടുതൽ നന്മയോടും ഇച്ഛാശക്തിയോടും മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. രോഗികളും ദുഃഖിതരും പ്രയാസത്തിലും ഇരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. നീ തന്നെ ആശ്വാസദായകനായിരിക്കണമേ. കരം പിടിച്ച് നടത്തുന്ന ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെയും പ്രത്യാശതയോടെയും ജീവിതത്തിൽ മുങ്ങിപ്പോകുന്നവർക്ക് കരകയറുവാനുള്ള നിന്റെ ശക്തി എല്ലാവർക്കും അവിടെ നൽകണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ദാനമായി നൽകിയ ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കൾ, ദാനമായി നൽകിയിട്ടുള്ള എല്ലാവർക്കായി സ്തുതിക്കുന്നു. ദൂരെയും ചാരയുമായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാൻ കഴിയാതെ പോയവരെയും അനുഗ്രഹിക്കണം. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണം. നിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഈ കൂടിവരവുകളും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണം. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ കാലാവസ്ഥകളെ തിരുസന്നിധിയിൽ തരണം. നീ തന്നെ നിയന്ത്രിക്കണമേ. നിന്റെ എതിർശിക വലം നീട്ടി അതിനെ അവിടുന്ന് നിയന്ത്രിക്കണം. പ്രയാസത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്ത് പരിപാലിക്കണം. ഞങ്ങളെ വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകണം. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും എന്നാളും കരയറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിസന്യനാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ തോമസ് മാർ യോഹന്നാനോസ് തിരുമേനിക്കും, തിരുമേനി പഴയ നാട്ടിലാണെങ്കിലും തിരുമേനിക്കും, ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും, കൊച്ചുമ്മമാർക്കും, മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും, കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും, കുഞ്ഞുങ്ങൾക്കും, ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പറയുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറയുകയും നമ്മുടെ കുറവുകളെ ഏറ്റുപറയുകയും നമ്മെ ശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ഒന്നിച്ച് സ്തുതിക്കാൻ സഹായിക്കണമേ, ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിൽ പുതിയതായി ഭരണഭാരമേറ്റ ടീമിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാവ, നമ്മുടെ 2-ാം മാത്യൂസ് തിരിയൻ ബാവ തിരുമേനിയുടെ ഓർമ്മ ദിവസം അടുത്ത് വരുന്നു. അദ്ദേഹം നമ്മളോട് പറഞ്ഞതുപോലെ കർത്താവ് തീർച്ചയായും വരും, നാം എല്ലാവരും കാണപ്പെടാൻ ഇടവരുത്തണമേ എന്ന പ്രത്യാശയോടുകൂടെ ഇരിക്കുന്നു. ഇന്ന് വെസ്റ്റ് റീജിയൻ ആണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥനയിൽ സമർപ്പിച്ചതുപോലെ അവിടെ കാലാവസ്ഥയുടെ പ്രാതികൂല്യം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അവരെ മുഴുവനായിട്ട് പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ എല്ലാ ദൈവാലയങ്ങള്, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, മർത്തമറിയം സമാജം ഭാരവാഹികള്, അവിടുത്തെ എല്ലാവരെയും തന്നെ ഇന്ന് പ്രാർത്ഥന നയിക്കുന്നവര്, ഇന്ന് വചനം പറയുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട സെറാപ്പോൾ അച്ഛൻ്റെ പ്രവർത്തനങ്ങള്, ഇന്നത്തെ 2009 മുതൽ ഇന്ന് ഇപ്പോൾ പ്രാർത്ഥന നയിക്കുന്നതായിട്ടുള്ള MMVS ഭാരവാഹികളെ എല്ലാവരും, തിരുമേനിമാർ, അച്ഛന്മാർ, എല്ലാ മർത്തമറിയം സമാജം ഭാരവാഹികളെ, തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും ഒന്നുകൂടി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു.
ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പാട്ട് പാടുന്നത് ഡോക്ടർ എലിസബത്ത് പോൾ. താങ്ക് യു സോ മച്ച്. ഒരു നല്ല സുപ്രഭാതത്തില് എനിക്കിങ്ങനെ ഒരു ചാൻസ് തരാൻ ഇടയായ MVSനോട് ഞാൻ താങ്ക്സ് പറയുന്നു. ഞാനൊരു പാട്ടുകാരിയല്ല, തൊണ്ടയൊക്കെ ഇടറും. എന്നിരുന്നാലും ഈ ഭക്തിഗീതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അർത്ഥവത്തായ ഒരു ഭക്തിഗീതമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ജീവിതങ്ങളിലും പെരുവഴികളുമുണ്ട്, ചെറുവഴികളുണ്ട്, ഇടവഴികളുണ്ട്. അതിലേറ്റവും പ്രയാസം വരുന്നത് ഇടവഴികളാണ്. അവിടെ ചിലപ്പോൾ കുണ്ടും കുഴിയും കാണും, ചേറ് കാണും, ഇരുളുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വൃക്ഷങ്ങൾ വളർന്ന് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ ക്യാരക്ടർ പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ആത്മവിശ്വാസവും ദൈവത്തിന്റെ ഗൈഡൻസും ആ ചെറിയ ചെറിയ കുണ്ടുവഴികളിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ ഭക്തിഗീതം നമ്മളുടെ വിശ്വാസം നമ്മുടെ ദൈവത്തിൽ, എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ദൈവത്തിൽ ഒന്നുകൂടെ സ്ഥിരമാകാനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ഇരുളു മൂടി ഒരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. ഇരുളു മൂടിയൊരിടവഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയനല്ലോ നീ. ആഴലു കണ്ടാലവിടെയെത്തും കരുണയുള്ളോനേ, ആഴലു കണ്ടാലവിടെയെത്തും കരുണയുള്ളോനേ. തൊഴുതു നിൽപ്പൂ നിന്റെ മുമ്പിൽ മെഴുതിരികളും മനുഷ്യരും, തൊഴുതു നിൽപ്പൂ നിന്റെ മുമ്പിൽ മെഴുതിരികളും ഞങ്ങളും, മെഴുതിരികളും ഞങ്ങളും. ഇരുളു മൂടിയോരിട വഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ, ഇടയൻ അല്ലോ നീ. കടലിൽ ചുവടുവച്ചു നടന്നു പോയവനെ, ആലക്കടലിൽ ചുവടുവച്ചു നടന്നു പോയവനെ, കുരിശു തേറി കടന്നു പോയവനെ, കുരിശു തേറി കടന്നു പോയവനെ,
നിൽപ്പു വഴിയരികു മലരുകളും മനുഷ്യരും തൊഴുതു നിൽപ്പു വഴിയരികു മലരുകളും മനുഷ്യരും തിരിച്ചു വരൂ തിരിച്ചു വരൂ തിരുഹൃദയമേ വേഗം തിരുഹൃദയമേ വേഗം ഇരുളു മൂടിയോരിട വഴികളിൽ ഇടറി വീഴും ഞങ്ങളെ വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ ഇടയനല്ലോ നീ. താങ്ക് യു. പ്രിയപ്പെട്ട ഡോക്ടർ എലിസബത്ത് പോൾ അമ്മാമേ, കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സേവന പ്രവർത്തനം കൂടെയും ഒരു സാക്ഷ്യമായിട്ട് എപ്പോഴും പാട്ട് പാടുമ്പോഴും ജീവിതത്തിൽ ജോലി ചെയ്തപ്പോഴും ജോലി നിർത്തിയപ്പോഴും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അമ്മാമയെ അനുഗ്രഹിക്കണേ. വാങ്ങിപ്പോയ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ, ജീവനോടിരിക്കുന്ന എല്ലാവരെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുളുമൂടിയ ഇടവഴിയില് വെളിച്ചമായിട്ടും ഇടയനായിട്ടും ഈ കുരിശുരക്ഷയുടെ ആയുധം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന നമുക്കും അതൊരു മാർഗദർശനമായി ഈ വെള്ളിയാഴ്ച ആയിത്തീരണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ബൈബിൾ വായിച്ച് നമ്മളെ നയിച്ച ജോയ്സ് വർഗീസ്, സാറ ജോൺ, ഇമാൻ തോമസിനെയും അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഈ റീജിയനിലെ അമ്മുക്കുട്ടി അമ്മാമ്മയുടെ സ്വന്തമായ പി എം ഫിലിപ്പോസ് അച്ഛൻ്റെ ആത്മാവിനെ, പോയ ആത്മാവിനെ തിരുസന്നിധിയിൽ അർപ്പിക്കുകയും വിഷമതയിലിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. പ്രിയപ്പെട്ട തങ്കമ്മ വർഗീസാണ് വായിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട തങ്കമ്മ വർഗീസ് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രയെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും
കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിനും പാദം നിരത്തുവീൻ. ബാറക്കുമോർ. പ്രിയപ്പെട്ട തങ്കം വർഗീസിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കൗമ പ്രാർത്ഥന നടത്തണമേ. Manuel Action, are you there? Can you do the Kauma? Please, you are the channel. സോറി ഹലോ അച്ഛാ, അത് അച്ഛന്റെ കേൾക്കാമോ അച്ഛാ? Please, Okay. PC Orchan ഉണ്ടോ? പോളച്ചൻ കൗമ പ്രാർത്ഥന ചൊല്ലി. പ്രാർത്ഥി. ബാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകവർത്ത് മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, എന്റെ ബോധം ജ്ഞാനങ്ങളുടെ ഉറവയായി തീരുവാനും പുതിയ ലോകത്തിലെ രഹസ്യങ്ങൾ അതിനെ വെളിപ്പെടുവാനും എന്നെ യോഗ്യനാക്കണമേ. പിതാവിന്റെ പുത്രനും തന്റെ നിത്യതയുടെ കതിരുമായവനെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധന്മാരുടെ ആത്മാക്കളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൽ നിന്നും മമതയിൽ നിന്നും എന്നെ നീ വിരോധിക്കരുതേ. എന്റെ കർത്താവേ, നിന്റെ വലിമയെ ആഘോഷിക്കുന്ന മേലുള്ള സൈന്യങ്ങളുടെ ഭയങ്കര അട്ടഹാസത്തെ ഈ സമയത്ത് ആത്മചെവികൾ കൊണ്ട് കേൾപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, നിന്റെ ശുദ്ധിമാന്മാരുടെ ബോധത്തിനും ഈ സമയത്ത് കേൾക്കപ്പെടാവുന്നതായ സംഗീതത്തെയും പുകഴ്ചയെയും കേൾപ്പാനും എനിക്ക് കൃപയരുളണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, പ്രാർത്ഥനാ സമയത്ത് വെളിപ്പെടുന്ന അഗ്നിമയന്മാരായ മാലാഖമാരെ കാണുന്നതിനും അവരിൽ നിന്ന് വീശുന്ന സുഗന്ധവാസനയാൽ ആനന്ദിക്കുന്നതിനും നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. ആമീൻ. ബഹുമാനപ്പെട്ട സെറാപ്പോളച്ചനെയും എബിയച്ചനെയും ഇതിനകത്ത് സന്നിധി അയക്കുന്ന എല്ലാ വൈദ്യശ്രേഷ്ഠരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴൊരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട വിൻസി പൊന്നോസ് പാട്ട് പാടണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ.
ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. പ്രിയപ്പെട്ട വിൻസി പുന്നൂസിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മധ്യേ എഴുന്നള്ളിരിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ മുഖം എത്ര തേജസ്സുള്ള മുഖം, നമുക്ക് എത്ര മനോഹരമാകുന്ന ഈ നിമിഷങ്ങൾ നമുക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചുവല്ലോ. പ്രിയപ്പെട്ട വിൻസി പുന്നൂസിന്റെ വാങ്ങിപ്പോയതായ ജീവിത പങ്കാളി ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരു ധ്യാനം പ്രസംഗം നൽകുവാനായിട്ട് വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സെറാ പോൾ അച്ഛനെയും പ്രാർത്ഥനയെ സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എബി അച്ഛൻ ബഹുമാനപ്പെട്ട സെറാ പോൾ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാകുന്നു. ഏറ്റവും പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വചനം പറയുന്ന ബഹുമാനപ്പെട്ട അച്ഛനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ജീവിതത്തിൽ പ്രമാണിക്കേണ്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരും എല്ലാവർക്കും അത് സൗഖ്യമാകുവാനും ശുദ്ധീകരണത്തിന് ഇടയാകണമേ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട എബി അബ്രഹാം അച്ഛൻ ബഹുമാനപ്പെട്ട സെറാ പോൾ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരു ദിവസം കൂടി ദൈവസന്നിധിയിൽ ഒരുമിച്ച് വന്ന് ചേർന്നിരിക്കുന്നു. അതിന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതിന് അവസരം നൽകിയ, അതിന് സാവകാശം നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, അച്ഛാ, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഇതാണ്, ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ചോദിച്ചു. വെറുതെ ചോദിച്ചതാണോ, കാര്യമായിട്ട് ചോദിച്ചതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാനൊരു സ്വപ്ന വ്യാഖ്യാനകനൊന്നുമല്ല, പക്ഷേ ആ ചോദ്യം എന്നെ കുറെ ചിന്തിപ്പിച്ചു. എന്താ സ്വപ്നം? ഇവിടെ നമ്മളൊക്കെ കാണാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത് അപ്പോഴാണ്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ, അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോഴാണ് സ്വപ്നം എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. പറഞ്ഞു കേട്ടങ്ങ് പോകും, അല്ലെങ്കിൽ കണ്ടു എന്നുള്ള. നമുക്കറിയാം, മനുഷ്യന്റെ 3 അവസ്ഥകളുണ്ട്. കോൺഷ്യസ് ഉണ്ട്, സബ് കോൺഷ്യസ് ഉണ്ട്, അൺകോൺഷ്യസ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ
വരുന്ന ഒരു സാധനമാണ്. നമ്മൾ ചരിത്രം വായിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് സാമുവൽ ടൈലർ കോൾറിഡ്ജ്, നിങ്ങൾക്ക് എല്ലാവരെയും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം കുബ്ലാ ഖാൻ എഴുതുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ്. സ്വപ്നം കണ്ട് പെട്ടെന്ന് ഉറക്കത്തിൽ എഴുതുന്ന ഒരു സാധനമാണ് കുബ്ലാ ഖാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം. ശരിക്കും ചിന്തിച്ചാൽ വേദപുസ്തകം എന്താ? ഉറക്കത്തിലും ഉണർവിലും മനുഷ്യരും ദൈവവും അനുഭവിച്ച കാര്യങ്ങളാണ് വേദപുസ്തകം എന്ന് പറയും. ഒരുപാട് സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്ന സമാഹാരമാണ് വേദപുസ്തകം എന്ന് പറയും. നമ്മൾ കാണുന്നുണ്ട്, മോശ കനാൻ നാട് കാണാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് കാണുന്നുണ്ട് സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ കാണും. മോശ കാണുന്നത് എന്താ? ഒരു തണ്ടിൽ മുന്തിരി 2 പേർ കൂടി പിടിച്ചുകൊണ്ട് വരുന്നു. എസെക്കിയേൽ കാണുന്നത് അസ്ഥികൾ പൂക്കുന്ന താഴ്വര കാണുന്നു. അങ്ങനെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്നത് താൻ കഠിനമായി പാറ പൊട്ടിക്കുന്ന ജോലി ശിക്ഷയായി ചെയ്യുമ്പോഴും അവിടെ കണ്ണീരും വിലാപവും ഇല്ലാത്തൊരു യെരൂശലേമിനെ കുറിച്ച് സ്വപ്നം കാണുന്നു. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. ഈ സ്വപ്നങ്ങൾക്ക് ചിലത് പ്രയാസങ്ങൾ ഉണ്ടാക്കും, ചിലത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നില്ല. യോസഫ് കണ്ട സ്വപ്നം ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടായത്. ആ അപകടം അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു. യാക്കോബ് കണ്ട ഒരു സ്വപ്നമുണ്ട്. ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. എന്നാൽ ആ മൽപ്പിടുത്തത്തിന് ശേഷമാണ് യാക്കോബ്, ഉദന്തരശാലിയായ യാക്കോബ് തന്റെ സഹോദരന്റെ അടുത്ത് പോയി പറയുന്നത്, നീ എനിക്ക് ദൈവത്തെക്കാൾ വലിയവനാണ്, ദൈവത്തെ പോലെയാണ് എന്ന് പറഞ്ഞ് അനുദപിച്ചു ചേരുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കാണുന്നു. ഇവിടെയാണ് മാർട്ടിൻ ലൂതർ കിങ് തന്റെ കറുത്തവർഗ സഹോദരങ്ങളോട് പറഞ്ഞത്, ഐ ഹാവ് എ ഡ്രീം. പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യു ഡ്രീം ടു ഗോ ടു ദ സൺ സോ ദാറ്റ് യു ക്യാൻ ഗോ ടു ദ സ്റ്റാർ. ഇതെപ്പോഴും അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്റെ ചോദ്യം, ഈ കാണുന്ന സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഒറ്റ കാര്യമുള്ളൂ അതിന്. ദുർബലന്മാരുടെ പക്ഷത്തോട് ചേർന്ന് നിൽക്കാനുള്ള ദർശനമാണെങ്കിൽ, സ്വപ്നമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനുള്ള സ്വപ്നമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. ആരെയും സങ്കടപ്പെടുത്താതെയുള്ളതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ളതാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പൊന്തിയോസ് പീലാത്തോസിന്റെ ഭാര്യ ക്ലോഡിയ ഒരു മനുഷ്യനെ കുരിശിലേറ്റാൻ പോകുമ്പോ രാത്രിയിൽ ആ മനുഷ്യൻ എന്നെ വന്ന് ഭാരപ്പെടുത്തി സ്വപ്നത്തിൽ എന്ന് പറയുന്നു. അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയുന്ന ഒന്നാണ് സ്വപ്നം എന്ന്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ മാത്രമല്ല, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുന്നവരായി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് ചലിപ്പിക്കാൻ സ്വപ്നങ്ങൾ ആവശ്യമാണ്. അത് ദുർബലന്മാരുടെ പക്ഷത്തും വേദനിക്കുന്നവരുടെ പക്ഷത്തും പ്രയാസപ്പെടുന്നവരോട് കൂടെയും നീങ്ങുവാനുള്ള വലിയ ആത്മവിശ്വാസമായി യാക്കോബിനെ പോലെ പരസ്പരമുള്ള പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാനുള്ളതായി ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാക്കി തീർക്കുന്ന ഒന്നാകുന്നുവെങ്കിൽ അത് ജീവിതത്തെ വളരെ അർത്ഥപൂർണമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ഉണർവിലും ഉറക്കത്തിലും നല്ല സ്വപ്നങ്ങളും ജീവിതത്തിന്റെ മുൻപോട്ട് നയിക്കാനുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സെറാ പോൾ അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട അച്ഛൻ വാൻകൂവറില് കുറെ നാളുകൾ ആ ദേവാലയത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്തു. അവിടെ ഭദ്രാസനത്തിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ എഡ്മണ്ടൺ പള്ളിയിലേക്ക് അദ്ദേഹം എഡ്മണ്ടൺ പള്ളിയിലേക്ക് മാറിയപ്പോൾ പുതിയൊരു ഭദ്രാസനമായി തന്നെ അച്ഛനോടുകൂടി പുതിയ ഭദ്രാസനവും പോയി. അതുകൊണ്ട് അച്ഛൻ ഈ ഭദ്രാസനത്തിൽ തന്നെ അങ്ങ് പോയി എന്നുള്ളത് നമുക്ക് സങ്കടകരമായ കാര്യമാണ്. എങ്കിലും അച്ഛൻ നമ്മളോട് അടുത്ത് കിടക്കുന്നു, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെടുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ദൈവം കൊടുത്ത നൽവരങ്ങളെ നന്നായി അത് ഉപയോഗിച്ച് ജനത്തിന് പ്രയോജനകരമായ രീതിയിൽ അത് വാരി വിതറി കൊടുക്കാൻ ദൈവം
അനുഗ്രഹിച്ച ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സൗത്ത് വെസ്റ്റ് ഡയോസിസ് MMVSന്റെ പ്രാർത്ഥനാ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. അച്ഛന്റെ വാക്കുകൾ 30, 60, 100 മേനിയായി ഫലം നൽകുന്ന ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ, ആയിത്തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യും. താങ്ക് യു അച്ഛൻ. അത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കൊച്ചമ്മമാരെ, സ്നേഹമുള്ള എന്നെ കേൾക്കുന്ന ദൈവജനമേ, വളരെ സന്തോഷമുണ്ട് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വെള്ളിയാഴ്ച നിങ്ങളോട് കൂടി ആയിരിക്കുവാനായിട്ട് ദൈവം തന്ന ഈ അവസരത്തിൽ. പ്രത്യേകിച്ചും ദൈവവചനം പ്രഘോഷിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുളുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അത് ദൈവം നൽകുന്ന ഒരവസരമായിട്ടാണ് ഞാനിത് കാണുന്നത്. വലിയൊരു ചിന്ത നമുക്ക് എബിയച്ച നൽകി. ഞാൻ ആമുഖമായിട്ട് വേറെ ഒന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം വളരെ ചുരുക്ക സമയം മാത്രമേ നമുക്ക് വചനം കേൾവിക്കായിട്ട് ഉള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. St. Matthew chapter 5 verses commencing from 13 to 15. ഇവിടെ 2 കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. വളരെ വലിയ സാഹിത്യമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തിയോളജി ഒന്നും കർത്താവ് അവിടെ പറയുന്നില്ല. നമുക്കറിയാം, സർമൺ ഓൺ ദി മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൻ്റെ ആരംഭമാണ്. 5, 6, 7 അധ്യായങ്ങൾ ജീസസ് ഇസ് ട്രൈയിങ് ടു റീഇൻറ്റർപ്രറ്റ് ദാറ്റ് വൺ. പഴയ മോശയിലൂടെ ദൈവം നൽകിയ ആ 10 കമാൻഡ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൽപ്പനകൾ ഒന്ന് റീഫർണിഷ് ചെയ്യുകയാണ്, ഒന്ന് റീഇൻറ്റർപ്രറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കർത്താവ് നോക്കുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. നീ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്നത്. സാധാരണ ഒരു കൊലയല്ല കർത്താവ് പറയുന്ന കൊല എന്നെല്ലാം വീണ്ടും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് പറയുന്ന ഒരു കാര്യം വളരെ ചെറുതാണെങ്കിലും ദാറ്റ് മേക്ക് സെൻസ്. കാരണം കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് കൊല ചെയ്യുന്നത്? ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നത് അത് കൊലയാണ് എന്നാണ് പറയുന്നത്. നമ്മളിന്നൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, യു ആർ ദി സോൾട്ട് ഓഫ് ദി എർത്ത് ആൻഡ് അറ്റ് ദി സെയിം ടൈം യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ആദ്യത്തെ ഭാഗം ഞാൻ വിട്ട് രണ്ടാമത്തെ ഭാഗമാണ് ആദ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും ദൈവമാതാവിൻ്റെ പെരുന്നാളോടനുബന്ധിച്ച് മിക്ക സമയങ്ങളിലും വായിക്കുന്ന ഒരു വേദഭാഗമാണ് യു ആർ ദി ലൈറ്റ് ഓഫ് ദ വേൾഡ്. വെളിച്ചമായി തീരണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ നമ്മൾ പാട്ട് പാടുന്നത് വെളിവ് നിറഞ്ഞൊരീശോ നിൻ വെളിവാൽ കാണുന്നു എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ, ദീപം കൊളുത്തുമ്പോൾ നമ്മൾ പാടുന്നത്. സോ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു.
ഇപ്പം ഇവിടെ കർത്താവ് നൽകുന്ന ഒരു സന്ദേശം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ വളരെ വ്യക്തമായ ഒരു ധാരണ കർത്താവ് നൽകുന്നുണ്ട്. അത് എ സിറ്റി ദാറ്റ് ഈസ് സെറ്റ് ഓൺ എ ഹിൽ cannot be hidden, nor do they light a lamp and put it under a basket. ഇപ്പം എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണമെന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ ജനമായ നമ്മൾ ഓരോരുത്തരും എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ആ പ്രകാശം നമുക്ക് കൈമാറുവാനായിട്ട് സാധിക്കണം. പ്രകാശിക്കുക മാത്രമല്ല, പ്രകാശം നമുക്ക് കൈമാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പ്രകാശം കൈമാറണമെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട വിധത്തിൽ നമ്മളെല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൈമാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അമ്മമാർക്ക് ഒരു അപ്പന്മാരെക്കാൾ കൂടുതൽ ഇമോഷണൽ ടച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. കാരണം നമുക്കറിയാം, അമ്മമാരെപ്പോഴും കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും കുഞ്ഞുങ്ങളെ വളരെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്നതും, അവർ കരയുമ്പോഴും അവർ ചേർത്ത് പിടിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കരച്ചിലൊക്കെ നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിതാക്കന്മാർ എടുക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ കരച്ചിലെ മാറ്റുവാനായിട്ട് സാധിക്കുന്നത് അമ്മമാർക്കാണ്. അപ്പോൾ അവർക്കൊരു ഒരു 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 മാജിക്കൽ ടച്ച് ഉണ്ട് അമ്മമാർക്ക്. ഈ ടച്ച് എന്ന് പറയുന്നത്, ഈ സ്പർശനം എന്ന് പറയുന്നത്, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നുണ്ടോ, ഈ വരും തലമുറയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആഴമായി ചിന്തിക്കേണ്ട സമയമാണ്. കാരണം എവിടേക്കോ അത് മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇന്ന് അമ്മമാർക്ക് പ്രാർത്ഥിക്കുവാനോ, അമ്മമാർക്ക് പ്രാർത്ഥന പഠിപ്പിക്കുവാനോ, കരഞ്ഞ് പ്രാർത്ഥിക്കുവാനോ, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുവാനോ, ഇതിനൊന്നും ഒരു സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇവിടെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്നത് പോലെയല്ല ഇവിടെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം നമുക്ക് ജോലികൾ മാറ്റിവെക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം അവർ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യണം. ഇങ്ങനെ ഒത്തിരി റീസൺസ് നമുക്കുണ്ട്. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവത്തെ ആഴമായി നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമുക്ക് ഇതുപോലെ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ വെളിച്ചം, ഒരു മെഴുകുതിരി എന്ന് പറയുന്നത്, ആ വെളിച്ചം നൽകുന്നത്, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. ദർ ഇസ് നോട്ട് ഡിസ്ക്രിമിനേഷൻ, റൈറ്റ്? സോ the light that has given by a candle, that gives to all of us, നമുക്ക് എല്ലാവർക്കും നൽകുകയാണ്. അവിടെ ഒരു രാജാവെന്നോ, ഒരു ഭൃത്യനെന്നോ, ഒരു വൈദികനെന്നോ, ഒരു സാധാരണ ജനമെന്നോ അങ്ങനെ ഒരു തിരിച്ചുവേദമില്ല. അപ്പോൾ എല്ലാവർക്കും പ്രകാശം നൽകുവാനായിട്ട് സാധിക്കണം. ഇന്ന് ഈ പ്രകാശം നമുക്ക് പരത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രകാശം പരത്തുവാനായിട്ട് നമുക്ക് കുറേ നല്ല ചിന്തകളുണ്ട്. നല്ല ചിന്തകൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് പരിശ്രമിക്കാറുമുണ്ട്. പക്ഷേ ഈ പരിശ്രമം ചിലപ്പോൾ അത് മറ്റുള്ളവരിൽ നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവിടെയാണ് നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത്. Our failure is there because there is no എണ്ണ നമ്മുടെ വിളക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ വിളക്കിൽ എണ്ണ എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മൾ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടതാണ്, ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിലാണ് വെളിച്ചമുള്ളത്. ആ വെളിച്ചം നീ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വേണം നീ എങ്ങോട്ടെങ്കിലും പോകുവാനായിട്ട്. അല്ലെങ്കിൽ നീ പോകുമ്പോൾ, കുറച്ചു നേരം യാത്ര ചെയ്യുമ്പോൾ നിന്റെ വെളിച്ചം തീർന്നു പോവുകയാണ്. അപ്പോൾ ഈ വെളിച്ചം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മളത് നിറച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ
മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇത് നമ്മളിന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരു ധാരണ എന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്നു, ഞാൻ പരിശ്രമിക്കുന്നു, അതുകൊണ്ട് എനിക്ക് മാർക്ക് ലഭിക്കുന്നു. അതാണ് ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. നീ പഠിച്ചാൽ നിനക്ക് കിട്ടും, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് കിട്ടുമെന്ന് പറയുന്നില്ല, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ലഭിക്കുമെന്ന് പറയുന്നില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നീ പഠിച്ചാൽ നിനക്ക് കിട്ടും. പണ്ട് നമ്മൾ പറയുന്നു, പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ അർത്ഥം പഠിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നല്ല. നീ പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുക. പക്ഷേ അവിടെ കാരണവന്മാർ, നമ്മുടെ പിതാക്കന്മാർ മുൻതൂക്കം കൊടുത്തത് പ്രാർത്ഥന എന്ന് പറയുന്നത്. നീ പ്രാർത്ഥിക്കുക, അത്ഭുതം പ്രവർത്തിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. യു ഹാവ് ടു പ്രേ ഡെയിലി. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായി കാണാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനായിട്ട് കർത്താവ് പറയുന്നതിൻ്റെ കാരണം, പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ഓരോ കാര്യങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ലഭിക്കും, അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണല്ലോ യോശുവയുടെ പുസ്തകത്തിലെല്ലാം യഹോവയായ ദൈവം പറയുന്നത്, എന്താണ് പറയുന്നത്? ഞാൻ അത്ഭുതം പ്രവർത്തിക്കുക. എങ്ങനെയാണ്? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. യു ഹാവ് ടു സാങ്ക്ടിഫൈ യുവർസെൽഫ്, യു ഹാവ് ടു പ്യൂരിഫൈ യുവർസെൽഫ്. അപ്പോൾ അവിടെയാണ് ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന, നമുക്ക് പ്രത്യേകിച്ചും അറിയാം, ചന്ദ്രന് വെളിച്ചം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ആ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചം ചന്ദ്രൻ ആവശ്യമുള്ള സമയത്ത്, അതായത് സൂര്യൻ മാറുന്ന സമയത്ത്, സൂര്യന് അസ്തമിക്കുന്ന സമയത്ത് ചന്ദ്രൻ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത് പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രകാശം നൽകുവാനായിട്ട് സാധിക്കണം. അത് കുടുംബത്തിലായിരിക്കുമ്പോഴും, ഇടവകയിലായിരിക്കുമ്പോഴും, നമ്മുടെ ജോലി മേഖലകളിലായിരിക്കുമ്പോഴും, അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയല്ല വേണ്ടത്. അത് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് പ്രാവർത്തികമാക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവമാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ദൈവവചനം ഗ്രഹിക്കുന്നവൾ എന്ന് പറയുന്നത്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലേ? കേൾക്കുകയും ഗ്രഹിക്കുകയും എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. സോ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു ഇംപ്ലിമെൻറ്റ്, മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. അത് അല്പം പ്രയാസമുള്ള കാര്യമാണ്, എന്നാൽ അത് പ്രാവർത്തികമാക്കുകയാണ് ദൈവമാതാവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. യു ആർ ദി സോൾട്ട് ഓഫ് ദി എർത്ത്, ബട്ട് ഇഫ് ദിസ് സോൾട്ട് ലോസസ് ഇറ്റ്സ് ഫ്ലേവർ, ഹൗ ഷാൽ ഇറ്റ് ബി സീസൺ? നമുക്കൊരിക്കലും അതിൻ്റെ രസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒരു ഗുണവുമില്ല. ഇറ്റ് ഈസ് ദെൻ ഗുഡ് ഫോർ നത്തിങ് എന്നാണ് പറയുന്നത്, ബട്ട് ടു ബി ത്രോൺ ഔട്ട്, എറിഞ്ഞു കളയുവാനായിട്ട്, അത് ഒരു പ്രയോജനമില്ലാതെ ആയിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നാൽ പറയുകയാണ് യു ആർ ദി സോൾട്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉപ്പാകുന്നു. ഭൂമിക്ക് ഉപ്പ് നൽകുക. അതായത് ഒരു ചർച്ചിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഒരു സഭയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉപ്പായി തീരേണ്ട വ്യക്തികളാണ്, അവിടെ രസം നൽകേണ്ട വ്യക്തികളാണ്. ഉപ്പ് ചേർന്നാലാണ് എല്ലാ കറികൾക്കും സ്വാദുണ്ടാവുകയുള്ളൂ. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു വൈദികനോ ഒരു ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കുകയോ ഒരു അസ്വസ്ഥതയുണ്ടാക്കുകയല്ല വേണ്ടത്. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ആ വ്യക്തി കടന്നു ചെല്ലുമ്പോൾ, ഒരു കുടുംബത്തിലേക്കോ ഒരു സഭയിലേക്കോ കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെ നമുക്കവിടെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് വി ആർ ദി സോൾട്ട് ഓഫ് ദി എർത്ത്. അപ്പോൾ ഒരു ഇടവകയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഇന്ന് നമ്മളെല്ലാവരും വലിയ, പ്രത്യേകിച്ചും മലയാളികൾ, ഞാൻ കണ്ടിടത്തോളം മലയാളികളെ മാത്രമേ എനിക്കത് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. ഗോസിപ്പുകൾ പകർത്താനായിട്ട് ഇത്രയും മിടുക്കരായിട്ട് വേറെ ആരും തന്നെ ഈ ലോകത്തില്ല. എവിടെ പോയാലും ഗോസിപ്പുകൾ, കാണാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്ത് കണ്ടിട്ടാണോ അവർ കാണാത്ത കാര്യങ്ങൾ, ചുമ്മാതെ കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്
നമ്മൾ അവരുടെ ദൈവം അങ്ങനെയുള്ളവരുടെ ജനമാണ്. അല്ല, നമ്മളായിരിക്കേണ്ടതെന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനാണ് ദേവാലയത്തിലേക്ക് വരുന്നത്. കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് പറയുന്നത്. ഈ വിതയ്ക്കുവാനായിട്ട് നമ്മൾ കണ്ണുനീരോടെ വിതയ്ക്കാൻ വരുന്ന സ്ഥലമാണ് ദേവാലയം എന്ന് പറയുന്നത്. അവിടെ തിരിച്ചു പോകുമ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആർപ്പോടെ സന്തോഷത്തോടെ കൊയ്തുകൊണ്ട് വേണം പോകുവാനായിട്ട്. അവിടെ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്കുള്ള എല്ലാവിധത്തിലുള്ള ഫലങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ദേവാലയത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് നമുക്ക് വേറെ എങ്ങും നമുക്ക് വലിയ ഗോസിപ്പ് പറയാൻ സമയവുമില്ല. അതുപോലെ അത് അവർ കേൾക്കാനും അവർക്ക് താല്പര്യവുമില്ല. വൈറ്റ്സോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അവർ അപ്പം തന്നെ അവിടെ നിന്ന് മാറിപ്പോവും. പക്ഷേ നമ്മളതിങ്ങനെ കേൾക്കുവാനും നമ്മളവർക്ക് പ്രോത്സാഹനം നൽകുവാനായിട്ട് നമ്മൾ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇവിടെയാണ് ഉപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഖാരമില്ലാത്ത ഉപ്പായി തീരുകയാണ്. വലിച്ചെറിയും, ഒരു സമയത്ത് നമ്മൾ വലിച്ചെറിയും. ഈ പറയുന്ന ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും ആദ്യം നമ്മളെ വലിച്ചെറിയുന്നത്. സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മൾ വേർപെട്ടു പോകും, ആരോരുമില്ലാത്ത വ്യക്തികളായി തീരുകയാണ്. അതുകൊണ്ട് ഇത് ഈ ലോകത്ത് നടക്കുന്ന സംഭവമാണെങ്കിൽ നമുക്ക് വേറൊരു ലോകം എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് പ്രയാസമായി തീരുകയാണ്. ഈ പേടി, ഈ ഭയം നമുക്കുണ്ടോ? ഈ പ്രസംഗിക്കുന്ന എനിക്കുണ്ടോ? കാര്യം ഞാൻ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയമുണ്ടെങ്കിൽ നമ്മൾ ഓരോ ജീവിതവും നമ്മൾ അതുപോലെ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ടു ബി എ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ജീവിത പങ്കാളിക്ക്, നമ്മുടെ സഭയിലായിരിക്കുന്ന മറ്റുള്ളവർക്ക്, നമ്മളെ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ളവർക്ക് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ലെറ്റ് യുവർ ലൈറ്റ് സോ ഷൈൻ ബിഫോർ men that they may see your good works and glorify your Father in heaven. ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫ്രാൻസിസ് ഓഫ് അസിസി എന്ന ഒരു വിശുദ്ധനെ, കത്തോലിക്ക സഭയിലുള്ള ഒരു വിശുദ്ധനെ. നമ്മുടെ സഭയിലും വിശുദ്ധന്മാരുണ്ട്. പെരുമല തിരുമേനിയൊക്കെ ഉണ്ടായിരുന്നു. പെരുമല തിരുമേനിയുടെ ജീവിതവും ആ തരത്തിലായിരുന്നു. ഓരോ വ്യക്തികളെ മനസ്സിലാക്കി കൊടുക്കുന്നത്, കുഷ്ഠരോഗിയായ ഒരു വ്യക്തിയുടെ അടുക്കൽ പോയി ഇരിക്കുന്ന അസിസി, അവൻ മാറി മാറി പോവുകയാണ്. അടുത്തേക്ക് ഇരിക്കും തോറും മാറി മാറി പോവുകയാണ്. മാറി മാറി പോകുമ്പോഴും അസിസി അവനോട് ചേർന്നിരിക്കുകയാണ്. കാലത്ത് നമുക്കറിയാം, കുഷ്ഠരോഗികളുടെ അടുത്തൊന്നും ആരും പോവുകയില്ല, കാരണം അത് പടരും. അതുകൊണ്ട് ഇരിക്കും തോറും അവൻ മാറി മാറി പോവുകയാണ്. നീ മാറിപ്പോവും, എൻ്റെ ഈ രോഗം നിനക്ക് പടരും, നിനക്ക് പകർന്നു കിട്ടും, അതുകൊണ്ട് നീ മാറിപ്പോകും. എന്നാലും അസിസി അടുത്ത് ചേർന്നിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവന് മാറിപ്പോകാൻ സ്ഥലമില്ലാതെയായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് അസിസി ഇവനെ ചുംബിക്കാൻ തുടങ്ങുകയാണ്. ഇവൻ്റെ ഓരോ കൈകളെടുത്ത് ചുംബിക്കാൻ തുടങ്ങുകയാണ്. മുറിവുകളിൽ ചുംബിക്കുകയാണ്, കുഷ്ഠത്തിൽ ചുംബിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കണ്ണിൽ നിന്ന് ധാരധാര കണ്ണുനീരൊഴുകുകയാണ്. അവനെ കൂട്ടിക്കൊണ്ട് കണ്ണുനീര് കൊണ്ട് അവനെ കൊണ്ടുപോയി അവനെ കുളിപ്പിച്ച് അവൻ്റെ മുറിവുകളിലെല്ലാം മരുന്നുകൾ വെച്ച് അവനെ ചുംബിച്ചുകൊണ്ട് അവനെ ചേർക്കുമ്പോൾ അവൻ മാറോട് ചേർന്നുകൊണ്ട് അവൻ്റെ ചെവിയിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, യു ആർ ദി ജീസസ് ക്രൈസ്റ്റ്. നീയാണോ? ആർ ദി
ജീസസ് ക്രൈസ്റ്റ്. നീയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളോട് എത്ര പേര് ചോദിക്കുന്നുണ്ട് നീയാണോ ക്രിസ്തു എന്ന്? നമ്മുടെ രൂപം കണ്ടുകൊണ്ടോ മറ്റത് കണ്ടതുകൊണ്ടോ ഒന്നല്ല. നമ്മളോട് ചോദിക്കുവാനായിട്ട് സാധിക്കണം. അത്രമാത്രം നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം. വചനം കേട്ടാൽ മാത്രം പോരാ. വചനം കേട്ട് നമുക്ക് നമ്മുടെ ഒരു മാനസാന്ത അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കണം. ഇന്ന് വചനം കേൾവിക്കൊന്നും കുറവൊന്നുമില്ല. ഒത്തിരി യൂട്യൂബിലോ അല്ലെങ്കിൽ ഒത്തിരി റീൽസ് അച്ഛന്മാരും സുവിശേഷകരും എല്ലാവരും ഇടുന്നുണ്ട്. നമ്മളെല്ലാവരും കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നത്? മറ്റുള്ളവൻ കാണുവാൻ വേണ്ടി, മറ്റുള്ളവൻ കേൾക്കുവാൻ വേണ്ടി. സ്റ്റാറ്റസ് ഇടുന്നത് മറ്റുള്ളവൻ കേൾക്കുവാൻ വേണ്ടിയല്ല. എൻ്റെ സ്റ്റാറ്റസ് ഇടുന്നത് എൻ്റെ അനുഭവം മാറ്റുവാൻ വേണ്ടിയാണ്. വി ഹാവ് ടു ചേഞ്ച്. എന്നെ മാറ്റുവാൻ വേണ്ടിയാണ്. ആ മാറ്റത്തിലൂടെയാണ് നമുക്ക് ലോകത്തെ മാറ്റുവാനായിട്ട്, എൻ്റെ കുടുംബത്തെ മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ പൂർവികർ പ്രാർത്ഥിച്ചത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ആയിരിക്കുകയില്ല. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ആയിരിക്കുവാനായിട്ട്, മുന്നേറുവാനായിട്ട് സാധിക്കണം. അതിന് ദൈവം എല്ലാവരെയും അതിന് കരുത്ത് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരം തന്ന അച്ഛനോടും ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഗിരിപ്രഭാഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകൾ, ഒന്ന് വെളിച്ചം, മറ്റേത് ഉപ്പ്. ഇത് രണ്ടും നിങ്ങളാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന 2 വാക്കുകളാണ്. വെളിച്ചം എന്താണെന്ന് നമുക്കറിയാം. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇരുളുള്ളിടത്തേക്ക് വെളിച്ചം വരും. പക്ഷേ വെളിച്ചമുള്ളിടത്തേക്ക് ഇരുളിൽ വരാൻ സാധ്യമാകില്ല. വെളിച്ചം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോൾ മാത്രമേ ഇരുട്ട് വരികയുള്ളൂ. അതുകൊണ്ട് വെളിച്ചത്തിന് വളരെയേറെ പ്രാധാന്യം. നമ്മൾ എപ്പോഴും വെളിച്ചത്തിലിരുന്നാൽ ആ വെളിച്ചം നമ്മളെ എന്നും കാത്തു സൂക്ഷിക്കും. അതുകൊണ്ടാണ് ഹെൻറി ന്യൂമാൻ ലീഡ് കൈൻഡ്ലി ലൈറ്റ് എഴുതുന്ന സമയത്ത് കപ്പലിൽ പോകുമ്പോൾ 1 സ്റ്റെപ്പ് ഇനഫ് ഫോർ മീ, എനിക്ക് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാൻ വേണ്ടി മാത്രമുള്ള വെളിച്ചം മതി, ആ വെളിച്ചത്തിന് പോലും പ്രാധാന്യമുണ്ട് എന്ന് ഇരുളടഞ്ഞ കപ്പലിനുള്ളിൽ ഇരുന്ന് അദ്ദേഹം എഴുതുമ്പോൾ അത് വളരെ സുന്ദരമായി തീരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് വെളിച്ചം എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല, വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ സകലതും കാണുന്നുണ്ട്. പക്ഷേ ഒരു നേരം കണ്ണ് തുറക്കാൻ കഴിയാതെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചു നോക്കാം. ഇരുട്ടിലേക്ക് നമ്മൾ വീണു പോകും. വെളിച്ചം ഒരിക്കലും കടന്നു വരികയില്ല എന്ന് പറയുന്നത് പോലെ ബാക്കി ഏത് അവയവത്തിന് വരുന്നതൊക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ കണ്ണിന് ഡയബറ്റിക് കൂടി കണ്ണിന് ഇച്ചിരി പ്രശ്നമുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, കാലോ കയ്യോ എന്തായാലും പ്രശ്നമില്ല, കണ്ണിന് കാഴ്ച ഇല്ലാതെയായാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. എത്രയേറെ പ്രയാസമുള്ള കാര്യമാണ്. രണ്ടാമത് അച്ഛൻ പറഞ്ഞത് ഉപ്പിനെ സംബന്ധിച്ചാണ്. ഉപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് അച്ഛൻ എടുത്തു പറഞ്ഞ കാര്യം, ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താൻ കഴിയും. നമ്മളിലുള്ള കാരം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളുടെ ഈ കാണുന്ന ഈ ആകാര വടിവ് മാത്രമേ ഉള്ളൂ, പുറമേ കാണുന്നതേ ഉള്ളൂ. അകത്തുള്ള കാരം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ചില മക്കളോട് ചോദിക്കും, അപ്പനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, അവരുടെ കാര്യം എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം അതാ. അപ്പനും അമ്മയ്ക്കും കാരം നഷ്ടപ്പെട്ടു പോയി. അപ്പനോടും അമ്മയോടും മക്കളെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയും, അവരുടെ കാര്യം ഒഴിച്ച് ബാക്കി എന്ത് കാര്യവും ഞാൻ പറയാ അച്ഛാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മക്കളുടെ കാരം നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്? അത് അങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാം. അതിന്റെ പിന്നിൽ ഒരു ചരിത്രമാണ്. അങ്ങനെ എഴുതാനുള്ള ഒരു 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 കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാം. ഇസ്രായേൽ മക്കള് വീട് വെക്കുമ്പോൾ അവരുടെ അടുപ്പിന് മുകളിൽ ഉപ്പ് വിതറും. അതിനൊരു ചെറിയ കണ്ണം ഉണ്ടാക്കി വെക്കും ഉപ്പ് നിറയ്ക്കാൻ വേണ്ടി. അതെന്തിനാണെന്നറിയാം? ചൂട് നിലനിർത്താനാ. ആഹാര സാധനങ്ങൾ വെച്ചിട്ടിട്ട് ആ തീ നഷ്ടപ്പെട്ടു പോയാലും ആ ചൂട് നിലനിർത്തും. അത് നമുക്കറിയാമല്ലോ. നമ്മൾ ഈ ശരീരത്തെ സ്വെല്ലിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഉപ്പാണല്ലോ വെച്ച്
ചൂട് നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നത്, ചൂട് വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഉപ്പിന്റെ കാരം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ചൂട് നിലനിർത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഉപ്പെടുത്ത് വഴിയിൽ കൊണ്ടുപോയി കളയും. വഴിയിൽ കൊണ്ടുപോയി കളയുമ്പോൾ ആ വഴി പോകുന്ന ആളുകൾ കാരമില്ലാത്ത ഉപ്പിനെ ചവിട്ടിക്കളയും. അതുകൊണ്ടാണ് ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിന് രസം വരുത്താൻ സാധ്യമല്ല, വഴിയിൽ കളഞ്ഞ് ചവിട്ടുവാനല്ല, മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ പിന്നൊന്നിനും കൊള്ളാവുന്നതല്ല. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മുടെ കാരം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ മറ്റുള്ളവർ ചവിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വഴിയിലായി പോകും. നമ്മുടെ ആത്മീയതയിലും ഭൗതികതയിലും ഒക്കെ ചേർന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ കാരം നഷ്ടപ്പെട്ടു പോയാൽ, കാമ്പ് നഷ്ടപ്പെട്ടു പോയാൽ, ആത്മീയത നഷ്ടപ്പെട്ടു പോയാൽ, ഞാൻ എന്ന എന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയാൽ മറ്റുള്ളവർ ചവിട്ടുവാനല്ലാതെ പിന്നൊന്നിനും നമ്മളെ കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് ആ ഒരു കൃത്യമായ ചിന്ത, മനുഷ്യൻ ചവിട്ടുവാൻ ഇടയാകാതെ നമ്മളിലുള്ള കാരം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം ഇടയാക്കട്ടെ. അച്ഛന്റെ വാക്കുകൾ വളരെ അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തെ പ്രശോഭിപ്പിക്കുവാനും അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും കാരമുള്ളതും കാമ്പുള്ളതുമായി തീരുവാൻ നമ്മുടെ ഹൃദയങ്ങളെ അതിന് പരിപോഷിപ്പിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും നമ്മുടെ ഭദ്രാസനത്തിന്റെ MMVSന്റെ പേരിലും അതിന്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സെറാപ്പോൾ അച്ഛനിൽ കൂടി സർവശക്തൻ നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്ക് സർവശക്തൻ നന്ദി അർപ്പിക്കുകയും സെറാപ്പോൾ അച്ഛനും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛനെയും അച്ഛന്റെ പ്രവർത്തനങ്ങളെയും അച്ഛന്റെ ഇടവകയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എണ്ണ വിളക്കിൽ ലഭിക്കുവാനും സ്വയം പ്രകാശിക്കുവാനും കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാനും ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ വിട്ടുപോകാൻ ഉള്ള ഒരു സാധ്യത, ഇന്നത്തെ ആ പ്രതികൂലങ്ങൾ വരുമ്പോൾ വിട്ടോടിപ്പോകാൻ, പ്രകാശിക്കുന്നതിന് പകരം വിട്ടുപോകാൻ ഇടവരുത്തല്ലേ, കണ്ണുനീരോടെ വിതയ്ക്കാനോ ആർപ്പോടെ കൊയ്യുവാനോ ഉള്ള കൃപ തരണമേ എന്ന് പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലും ആരാധനയിലും കുടുംബ പ്രാർത്ഥനയിലും എല്ലാം ബലപ്പെട്ടു വരുവാൻ സഹായിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. അച്ഛന്മാരെ ഞങ്ങളും പ്രാർത്ഥനയിൽ വഹിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയും എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സിനെയും ദൈവസന്നിധിയിൽ വഹിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കുവാൻ ഇടയാകണമേ എന്ന് കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആത്മീയ പിതാക്കളെയും അഭിഷിക്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ ആത്മീയ സംഘടനകളുടെ നേതാക്കളെയും സമർപ്പിക്കുന്നു. മർത്തോറി സമാജത്തിന്റെ ഭാരവാഹികൾ, ഓരോ ഇടവകയുടെ ആത്മീയ പിതാക്കളെ, ആൾട്ടർ ബോയ്സ്, എല്ലാവരെയും ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ച എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അഭിഷിക്തരെയും അല്ലാത്തവരെയും സമർപ്പിക്കുന്നു. ഈ വെസ്റ്റ് റീജിയനിലെ രോഗാവസ്ഥയിലിരിക്കുന്ന ശാന്ത, ജോയൽ മാത്യു പ്രത്യേകമായി ഓർക്കുന്നു. സൂസമ്മ, അലക്സ്, നിഷ, പൈങ്ങോലിയച്ചൻ, ജോസഫ്, അന്നമ്മ ഫിലിപ്പ്, സൂസി, ലീലാമ്മ മാത്യു, റോസമ്മ, എബ്രഹാം ഭൂതപ്പലൽ സ്തോത്രത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ്, വളരെ ക്രിട്ടിക്കലായിട്ട് ഇന്ന കണ്ടീഷനിൽ വിടുതൽ കൊടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നന്ദി പറയാൻ നാം മറന്നുപോയിക്കൂടല്ലോ. ഉമ്മൻ കോശി, ബെഞ്ചമിൻ എബ്രഹാം, നെയ്തൻ, നോവ, ധാരാളം പേരുണ്ട്. ക്രിസ്റ്റ, ജോസഫ്, ലിസി, ബിജി, ജെസി, കുര്യൻ എന്ന് പറഞ്ഞ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുര്യൻ എന്ന് പറഞ്ഞ മകൻ ദൈവസന്നിധിയിൽ കടന്നു പോകാനിടയായി. ജീവിച്ചാലും മരിച്ചാലും നമുക്ക് ദൈവസന്നിധിയിലും നമുക്ക് നമ്മളെ ഇമ്പമുള്ള പർദീസയിൽ പാർപ്പിക്കണമേ നാം പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആ പ്രയാസമുള്ള വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ധാരാളം പേരുകൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. എല്ലാം നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാ മക്കളുടെയും മനസ്സിലുള്ള സിക്കായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. ലഭിച്ച സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിക്കാനിരിക്കുന്ന സൗഖ്യം ലഭിച്ചില്ലെങ്കിൽ കൂടെയും ദൈവ ഇഷ്ടത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നമുക്ക് തുടരാം. ഒന്ന് തിരുമേനി ക്ഷേമമായി എത്തിച്ചേർന്ന യാത്രയ്ക്കെല്ലാം ദൈവം കൂടെ ഇരുന്ന് നന്ദി പറയുന്നു. എല്ലാ യാത്ര ചെയ്യാൻ പോകുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു.
ബർത്ത്ഡേ ആയിരുന്ന ജിസ ജോഷുവ, അവർക്ക് വേണ്ടി സ്തോത്രം. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന മക്കൾക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പഴയ പിതാക്കന്മാരൊക്കെയും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം, നമ്മൾ പഠിച്ചാലും നമ്മൾ ജോലി ചെയ്താലും അതിനേക്കാൾ ഉപരി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ തലമുറ വരുവാൻ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഗർഭസ്ഥ ശിശുക്കൾക്കും ഇനിയും വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും, പൈതൽപ്രായം, ബാല്യം, യൗവനം എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മേഘൽ മാത്യു, ജോവൽ ജിയാൻ മാത്യു ഇവരിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഹാന ആൻഡ് രണ്ടുപേരെ എലിസബത്ത് കാരലിന്, ആൽബർട്ട് ലോറൻസ്, റോഹൻ എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സൂയിസൈഡ് ടെൻഡൻസി, ഡെസ്പെയർ, ഡിപ്രഷൻ, എഡ്യൂക്കേഷനോട് ഒരു ഇൻഡിഫറൻസ്, ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് വരുവാണ്. ഇന്റർനെറ്റ് ലഹരി, ഇതിലോട്ടൊക്കെയും പാവപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ആകർഷിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള ആ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ദൈവം തീർച്ചയായിട്ടും കേൾക്കും. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുടുംബ സമാധാനത്തിനും പ്രത്യേകിച്ച് സഭയുടെ സമാധാനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിലെ പുതിയ ഭരണകർത്താക്കൾക്കും നാം വിട്ടുവന്ന രാഷ്ട്രത്തിന്റെ, കൊച്ചു കേരളത്തിന്റെ എല്ലാം ഭരണകർത്താക്കളെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. സറ എന്ന് പറഞ്ഞ മകൾക്ക് വേണ്ടി പ്രത്യേകം ജോബ് അന്വേഷിക്കുന്ന മകള്, എല്ലാ ജോബ് അന്വേഷിക്കുന്നവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുന്ന കൂട്ടത്തിലും സാറയ്ക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ജോജി, താര, മർച്ചീന, ടീജ, മറിയ, റിനോ എല്ലാ പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു. പാർട്ട്നേഴ്സിനെ ലഭിച്ചിട്ട് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന മക്കളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളെ ലഭിച്ച എല്ലാ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതേസമയം രേഷ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ഉള്ള കുഞ്ഞുങ്ങളെ, ഗർഭസ്ഥ ശിശുക്കളെ ഓർത്ത് സ്തോത്രം. കുഞ്ഞുങ്ങൾ ലഭിച്ചാൽ കുഞ്ഞുങ്ങളെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് എല്ലാ മക്കളുടെയും മനസ്സിലുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. എല്ലാ വോളണ്ടറി സംഘടനകളെ, പ്രത്യേകിച്ച് ആശ്രയ, കാരുണ്യ നിലയം, പ്രശാന്തൊക്കെ സംഘടനകളെ നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതോടൊപ്പം കഴിഞ്ഞ ദിവസം വളരെ സ്ട്രൈക്കിംഗ് ആയ ഒരു കാര്യം കണ്ടു. പല ഗ്രൂപ്പായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ചർച്ചിലെ ഇടവക അംഗങ്ങളൊക്കെ പോയി അവരെ സന്ദർശിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ബാബാതിരുമേനിയും പറയാറുണ്ടായിരുന്നു, നിങ്ങള് പൈസ തന്ന് സഹായിക്കുന്നതോടൊപ്പം തന്നെ അവരെ ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഇപ്പോൾ ഒരു ഹൃദയ സ്പർശിയായ രംഗം കാണാനിടയായി. ഇവർ സന്തോഷത്തോടെ പോയി അവരെ സന്ദർശിക്കുകയും അനാഥരും വിധവമാരും ഒക്കെ ആയിട്ട് വാർദ്ധക്യത്തിലെ വിഷമം അനുഭവിക്കുന്നവരെ ഒന്ന് പോയി സന്ദർശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം വളരെ കൂടുതലാവുന്നു. നമുക്കൊക്കെയും അവസരം കിട്ടുകയാണെങ്കിൽ പോയി സന്ദർശിക്കുവാനും ഒരു വാക്ക് സംസാരിക്കാനും ഫോണിൽ കൂടെ ആണെങ്കിലും ദൈവമേ അവസരം തരണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വസ്ത്രം, ഭവനം, ചികിത്സ, അഭയമൊക്കെ നൽകുന്ന എല്ലാ വോളണ്ടറി സംഘടനകളുടെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും നമുക്ക് സാധിക്കുന്ന സഹായം എത്തിച്ചു കൊടുക്കാൻ സഹായിക്കണേന്ന് പ്രാർത്ഥിക്കാം. യുദ്ധത്തിലും പീഡയിലും നാച്ചുറൽ കലാമിറ്റീസിലിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ആൽസിമേഴ്സ്, ഡിമെൻഷ്യ ഒക്കെ ഉള്ള മക്കളെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട വേർപാടുകൾ ദുഃഖിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ദേവസന്നിധിയിലേക്ക് കടന്നുപോയ ബഹുമാനപ്പെട്ട PM ഫിലിപ്പോസ് അച്ഛൻ്റെ ആത്മാവ്, അതുപോലെ നമ്മുടെ ഫിലിപ്പോസ് മാറയോസേബിയസ് തിരുമേനിയുടെ ഓർമ്മയായിരുന്നുള്ള തിരുമേനിയുടെ ആത്മാവിനെയും എല്ലാ അഭിഷിക്തരുടെ ആത്മാവിനെയും എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കളെയും സമർപ്പിക്കുന്നു. ഫെലിൻ ജോസഫ് എന്ന് പറഞ്ഞ 38 വയസ്സുള്ള നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മകന്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി ആത്മാവിനെ സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മണപ്പള്ളി ചർച്ചിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി, എഡ്മണ്ടൺ ചർച്ചസ്, സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഹ്യൂസ്റ്റൺ, പിന്നീട് സെയിന്റ് ബർണബാസ്, സെയിന്റ് തോമസ്, അറ്റ്ലാന്റിലെ ചർച്ച്, എല്ലാ ഫിലിപ്പച്ചന്റെ ചർച്ച്, എല്ലാ ചർച്ചസിനെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. സ്പിരിച്വലായിട്ട് ചലഞ്ചസ് ഉള്ള എല്ലാ കാര്യങ്ങളും, വിവാഹ ജീവിതത്തിലെ വിഷമം, എല്ലാ രോഗാവസ്ഥയിലിരിക്കുന്നവരെ, മെഡിക്കൽ ടീം, സാംക്രമിക രോഗങ്ങൾ വിഷമിക്കുന്നവരെ, ശുശ്രൂഷ ചെയ്യുന്നവരെ എല്ലാവരും ദൈവസന്നിധി സമർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മോളി ജോണാണ് പ്രാർത്ഥിക്കുന്നത്. മോളി ജോണിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോളി ജോൺ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹലോ, എന്നെ കേൾക്കാമോ? കേൾക്കാം.
പിതാവും പുത്രനും പരിശുദ്ധമായ സത്യമുള്ള ഏകദൈവത്തിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കാൻ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, ഈ സമയത്ത് നിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഓൺലൈൻ മൂലം കർത്താവേ, വിവിധ ദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളായിരിക്കും ഞങ്ങളെല്ലാം ഒന്നിച്ചാക്കി തിരുനാമത്തെ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മാതാവിന്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി കർത്താവെ, നിന്നെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നിന്റെ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് ജീവിപ്പാനും അടിയങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നെ പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമേ, അടിയങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടി വന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമേ, നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവേൻ, അവന്റെ പാദപീഠത്തിൽ നമസ്കരിപ്പേൻ. അവൻ പരിശുദ്ധനാകുന്നുവല്ലോ. അവൻ പരിശുദ്ധനാകുന്ന ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സുകളെയും യോധനങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. നിന്റെ വചനം ഞങ്ങളുടെ നാവിന്മേലിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെടുക കർത്താവെ, പ്രാർത്ഥന വാതിലടിയനായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, നിർമ്മല ഹൃദയത്തോടെ നിന്റെ സന്നിധിയിലിരിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമവും പുകഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമേ, അടിയങ്ങളുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പേരായി പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സൗഖ്യം നിന്റെ പക്കലാകുന്നുവല്ലോ. സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബ ഭൂതഗ്രസ്തർ, പക്ഷപാത രോഗികൾ, അങ്ങനെ സകല രോഗികളെയും നീ സൗഖ്യമാക്കിയല്ലോ. നാഥ എന്റെ തമ്പുരാനെ, നിന്റെ അടുക്കൽ വന്നവരെയും നീ തൊട്ടവരെയും നിന്റെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും സകലർക്കും നീ സൗഖ്യം കൊടുത്ത കർത്താവേ, അടിയങ്ങളുടെ പ്രാർത്ഥനയും തിരുസന്നിധിയിലെത്തുമാറാണമേ അടിയങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ പ്രാർത്ഥിപ്പാനും അപേക്ഷിപ്പാനും നിന്റെ അടുക്കല്ലാതെ അടിയങ്ങൾ ഇങ്ങോട്ട് പോകേണ്ടു. നീ ആകുന്നു ഞങ്ങളുടെ ശരണവും സങ്കേതവും ബലവും നീ മാത്രമാകുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവം നീ ആകുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് കർത്താവെ അനുഗ്രഹപ്രദമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലരും കർത്താവെ നിന്റെ വചനത്തിൽ വളരുവാനും വചനം കേട്ടനുസരിച്ച് ജീവിക്കുവാനും നിർമ്മല ഹൃദയത്തോടെ ജീവിപ്പാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ഇപ്പോഴാതെ നിന്നെ മാത്രം സ്തുതിച്ചുകൊണ്ട് നീ ആവുന്ന സത്യദൈവം എന്നറിഞ്ഞ് ജീവിപ്പാൻ സകലരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ അതിനായി ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രകാശിക്കുന്ന പോലെ നിന്റെ പ്രകാശം ഞങ്ങളുടെ മേലും പെരുമാറാകണമേ. ഇരുട്ടിൽ വസിക്കുന്ന ഞങ്ങളെ നിന്റെ പ്രകാശത്തിൽ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ നല്ല ദേവനെ, കരുണയോടെ ഞങ്ങളെ കാക്കുന്ന ഓരോ നിമിഷത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ, നീ ഞങ്ങളെ സൃഷ്ടിണ്ടാക്കിയ ആ നിമിഷം മുതൽ ഇന്ന് വരെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ വഹിച്ചു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ വീഴ്ചയിലും താഴ്ചയിലും പ്രയാസത്തിലും സങ്കടത്തിലും നീ ഞങ്ങളെ കൂടെ ഇരുത്തി ഇന്നോളം അനുഗ്രഹിച്ചടി ഞങ്ങളെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നല്ലവനായ ദൈവമേ സ്തോത്രം. കർത്താവെ, വിവാഹാഘോഷിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബർത്ത്ഡേ ആഘോഷിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേർപാടിലും ദുഃഖത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലേ നിന്റെ നീ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ അറിയുന്നില്ല എങ്കിലും കർത്താവ് തമ്പുരാൻ അറിയുന്നതിനായ സ്തോത്രം. എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ നല്ലവനായ ദൈവത്തിന്റെ വഴിയിൽ നടന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാഥ ഞങ്ങളുടെ കർത്താവെ, ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഈ ദേശം കർത്താവെ പ്രതിക്ഷോഭത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ, നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഞങ്ങൾ അറിയുന്നു. അടിയങ്ങളുടെ തലമുറയുടെ ഒരു വീഴ പോലും താഴെ പോകുന്നെങ്കിൽ അത് തമ്പുരാൻ അറിയാതെ സംഭവിക്കുന്നില്ല ഞങ്ങൾ അറിയുന്നു. ഇതൊക്കെയും കോപത്തെയൊക്കെയും അടക്കുവാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയും ശാന്തമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാഥ കരുണവാദിക്കൽ ഞങ്ങൾ മുട്ടുമ്പോൾ കർത്താവെ നീ കരുണ ഞങ്ങളോട് കാണിക്കണമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാഥ കർത്താവെ, യേശുവേ തമ്പുരാനെ, മക്കളില്ലാതെ വിഷമിക്കുന്നത് മാർക്കുതര ഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹത്തിന് ആഗ്രഹിക്കുന്ന മക്കളെ കർത്താവെ കൂട്ടുകൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലെ സ്വർഗമാണല്ലോ സ്വർഗമാണല്ലോ കുടുംബം. ആ കുടുംബമൊക്കെയും
ആക്കുവാൻ തക്കവണ്ണം സകലരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് വിചാരിക്കുന്നു. കുടുംബജീവിതത്തിൽ അർപ്പിക്കുന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. അവരുടെ കുടുംബമൊക്കെയും ധന്യമായി തീരുവാൻ തക്കവണ്ണം എൻ്റെ തമ്പുരാനെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഗർഭിണികളായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി കർത്താവെ ഭൂമിയിൽ ജാതം ചെയ്യുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. ദുഃഖിക്കുന്നവരെയും പ്രയാസരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിധവമാരെയും പീഡിതന്മാരെയും അനാഥരെയും നീ കാത്തു പരിപാലിക്കണമേ. വിധവമാരുടെ സങ്കടത്തിൽ ചെന്ന് പങ്കിടുവാനും ദുഃഖരോട് ആശ്വസിക്കുവാനും ദുഃഖന്മാർക്ക് ആശ്വാസം പകരുവാനും അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മ കൊണ്ടും അടിയങ്ങളെ നിറയ്ക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുവാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമേ, നിനക്ക് സ്തുതി സ്തോത്രം. കർത്താവെ, അടിയങ്ങളുടെ കർത്താവെ, ഇടയിൽ നമ്മുടെ സഹോദരങ്ങൾ സഹോദരികൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ജനിച്ചു വളർന്ന നാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അധിവസിക്കുന്ന ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെത്രാസിനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെത്രാസ് സേവ ഭരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബാബാ തിരുമേനി ഇവാനിയോസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള കർത്താവെ, സഭയെ മേയിച്ചു വരിക്കുന്ന കർത്താവെ ബാബാ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ ഭരിപ്പാനും കർത്താവെ അനുഗ്രഹിക്കണമേ, ആയുസ്സിലും ആരോഗ്യത്തിലും കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ പ്രവർത്തന മേഖലകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവേ തമ്പുരാനെ, സഭയിലെ പട്ടക്കാർ മേൽപ്പട്ടക്കാർ ശമാശന്മാർ സകലരെയും ആശിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ നാമം ഭൂതലമംഗാനും നീ നിന്റെ കർത്താവെ അവിടുത്തെ സ്നേഹന്മാരെ നാനാദേശത്തേക്ക് വഹിച്ചതുപോലെ കർത്താവെ സകലരും നിന്നിലേക്ക് ആകർഷിക്കുവാൻ അവരെ എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മ കൊണ്ടും നിറയ്ക്കണമേ. ഈ ലോകത്തിൽ സമാധാനം നിൽക്കുമാറാകണമേ. കർത്താവിന്റെ സമാധാനത്തിൽ നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. അടിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം നന്മ കൊണ്ടും നിറയ്ക്കുമാറാകണമേ. കർത്താവെ, നിന്നിൽ മാത്രം ആശ്രയിച്ച് നിന്നെ സ്തോത്രം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾക്ക് തരുന്ന ഓരോ നിമിഷവും നിന്നിലായിരിക്കാനും കർത്താവെ, അടിയങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ എന്തേമേ, അവിടുത്തെ എന്തേക്കുള്ള ആകുന്നുവല്ലോ. നിന്റെ വിശ്വസ്ത തലമുറയോളം ആകുന്നുവല്ലോ. നിന്റെ വിശ്വസ്തയോടെ ജീവിച്ച് നല്ല തലമുറകളെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തലമുറകളൊക്കെയും കാണുമ്പോൾ കർത്താവെ, അടിയങ്ങൾക്കൊക്കെയും പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. കർത്താവെ, നീ അവരെയൊക്കെയും കാണുന്ന നല്ല മാർഗത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്മാരുടെ വലയിലകപ്പെടാതെ വേണം നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ. പഠിക്കുന്ന മക്കൾക്കും ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. ജോലിക്ക് ആഗ്രഹിക്കുന്ന മക്കൾക്ക് കർത്താവെ അവർക്ക് അവരുടെ വഴിയെ നീ കൊടുക്കുവാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ചും കർത്താവെ, ഈ പ്രാർത്ഥനാ കൂട്ടത്തെ വീണ്ടും തരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത്രത്തോളം വെള്ളിയാഴ്ച ദിവസം കർത്താവെ തിരുസനയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാത്തവരെയും എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ നന്മ കൊണ്ടും നിറയ്ക്കുമാറാകണമേ. അടിയങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനങ്ങളിൽ അവരെ പാർപ്പിക്കണമേ. നിന്നെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളും അവരും ഒന്നിച്ച് നിനക്ക് സ്തുതി പാടുവാൻ അടിയങ്ങളെ ഒരുക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മ കൊണ്ടും നിറയ്ക്കണമേ. ോട് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ആയത് പിതാവും പുത്രനും പരിശുദ്ധനുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസവും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും നമ്മുടെ ആവശ്യഭാരങ്ങളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകയിന്മേലും ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. I'm here. Good morning, everybody. This morning, it is really, forgive me for speaking in English. I'm not that proficient in continuing with talking in Malayalam, but so forgive me for that. This morning, it's my privilege and honor to be doing the customary vote of thanks. First of all, I want to thank our God Almighty for giving me
as well as all of the participants another day to be here in in unity, to be able to worship through our ministry of MMVS prayers, fasting and prayers. And I want to take this opportunity to thank our good shepherd, His Grace Dr. Thomas Murray Vanius. He is not here at the time, but his support and his blessings is always with us. And I want to thank him for his leadership and keeping us in prayers to keep us from going astray and keeping on the path to find salvation in our Christ Jesus. I also want to thank Father A.B. Abraham. I do not know you personally, and I also have been delinquent in attending many of the meetings, but I am so very happy to see you on the Zoom, and I can see that we have a good leadership under your guidance. Thank you very much. And your message of dream was absolutely meaningful. We all dream. We start small, dream big. That is a saying. And the dream big is for us to be the good steward of Christ and what he has taught us, to be good, keeping our talents and making it multiply for the benefit of others. So thank you for that little message that you gave us, dreaming for the goodness of others and not for the bad. Next, I would like to take an opportunity to thank our guest speaker, Father Sarah Paul. And the name itself really caught my attention. And for me, this is really the first time I'm hearing that name, Sarah, as a person's name. I wonder if your parents, your grandparents, whoever named you that, would have thought that you are indeed going to be a Sarah, worshiping and praising God, along with the seraphims and cherubims. And thank you for making us part of that today, this morning. And from the description, I understand that you are the vicar of St. Gregorius Malankara Orthodox Syrian Church in Edmonton, Canada. And it is a very cold morning, I'm sure, in Canada. Thank you for giving us your time. And your message was very much appreciated. For some reason today, somehow, all the readings, even both the singers chose a song, a hymn that kind of emphasized the light from above, lighting our path, even the very first step ahead of us, that if God guides us, that light is really what we need. But at the same time, as you chose St. Matthew's Gospel, chapter 5, verses 13 to 15, and actually one more verse that I like is the verse 16, that Jesus has given us a responsibility. We are the light of the world. And a lighted candle, a lighted lamp cannot be put under the table. A lighted candle cannot be put anyplace else but up on something, that light may enlighten and give light around,
without any discrimination, as you mentioned, one and all, whether it is our friend or whether our enemy, someone that we know or that we do not know, we are the light to those people. When there is darkness, help us all to be the light, to shine that light into that darkness. Again, your point about especially the women, the mothers, the sisters, we have even a higher responsibility and role, as we are influential in people around, starting at our little families. So help us, so let us pray that we may be able to fulfill that duty and to shine the light around us. Thank you, Achin, for giving your time, and may God bless you continuously to give us and give the people around you to be worshiping God in sincerity and truth. The next, I would like to take the opportunity to thank our Vice President, Father Abby Abraham, another Achin that I probably have not met in the past. And thank you, Achin, for being our leader. At this time, I also would like to take the opportunity to really thank our office bearers, particularly the secretary and the treasurer, Sheena, and really Shinu Kurian and Sheena Punus, and really one person that I really truly appreciate, and I'm going to take that opportunity to mention her name, is Elizabeth Taragan. She very quietly does a lot of the work behind the scene, and it is very inspirational that the time and effort in true spirit that you all are giving to the betterment of our MMVS organization. I would like to also thank all of the participants, not taking any particular name, the ones who read the Bible from the beginning, and the ones who sang, and all of it really contributing to our spiritual enrichment. And lastly, I really would like to thank each one of you. Friday mornings are busy, and taking the time is really a special effort. And I want to acknowledge that I am really delinquent in that many a times. So thank you one and all for being part of this fasting prayer. And prayers indeed do miracles, and let us continue to pray for miracles in our lives, that God may use us for his purpose. Thank you one and all. And if I have omitted anybody, please do forgive me. Okay, thank you, Mama, for your kind words. Thank you all.